ഞാനിപ്പോൾ ഞങ്ങളിന്നിപ്പോൾ കുഞ്ഞാപ്പൂനും കാണിക്കണില്ല ഉമ്മാനും കാണിക്കണില്ല. കാരണം കുറച്ച് റെസ്റ്റ് എടുത്തിട്ടോ അവർ. ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നതേ. അപ്പോൾ കുഞ്ഞാപ്പൂനോട് പറഞ്ഞു നോമ്പ് വലിക്കാൻ. കുഞ്ഞാപ്പ് മാത്രമല്ല നമ്മളെല്ലാവരും നോമ്പ് വലിക്കണം, നിസ്കരിക്കൊക്കെ വേണം. അപ്പോൾ ആ സമയത്ത് മാത്രമല്ല എല്ലായ്പ്പോഴും ചെയ്യണം. ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത് അന്ന് ഞാൻ വാപ്പാനും ഉമ്മാനായിട്ടൊക്കെ പറഞ്ഞു. എൻ്റെ വാപ്പാനക്ക് ഇനിയും പറയാനുണ്ട്. കാരണം എത്ര പറഞ്ഞാലും വാപ്പാനെ പറ്റി പറഞ്ഞാലും നമുക്ക് മടുക്കൂല. വാപ്പ ഓരോ ചെയ്ത പ്രവൃത്തികൾ കാര്യങ്ങൾ. ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ വളർന്നത് ജനിച്ചത് തെക്കുമുറിയാണ്, തവനൂര് തെക്കുമുറിയിലാണ് ഞാൻ വളർന്നത്. അന്ന് ഞാനൊക്കെ എൻ്റെ വാപ്പ രാവിലെ സുബൈക്ക് പള്ളിയിലേക്ക് പോകും. അപ്പം ഞാൻ അതിന് മുന്നേ നേരത്തെ എണിച്ചിട്ട് അവിടെ ഒരു വാപ്പ വരുന്ന ആ ബൈക്ക് കാത്തുക്കും. ഞാൻ ഡെയിലി കാത്തുക്കും. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴേക്കും ഇപ്പോഴും ഒരു ഓർമ്മ ഉണ്ട്. അങ്ങനെ വാപ്പ വന്നിട്ടുണ്ടെങ്കിൽ വാപ്പാൻ്റെ പിന്നാലെ വാപ്പ വന്നവിടെ പെരേക്ക് വരില്ല. പള്ളി കഴിഞ്ഞ് വന്നിട്ട് അവിടെ ഒരു കട ഉണ്ട്. ഞങ്ങളന്ന് ചെട്ടിയേരെ കട എന്നാ പറയാം. അവിടെ പോയിട്ട് പാപ്പ പുട്ടും പപ്പടവും പാൽച്ചായ വെള്ളച്ചായ അല്ല പാൽച്ചായ പുട്ടും പപ്പടവും കുഴച്ചിട്ട് തരും. അതിങ്ങനെ ഞാൻ തിന്നു. അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരാൻ ഇങ്ങനെ വരികയാണ്. അത് മാത്രമല്ല എൻ്റെ വാപ്പ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അന്നൊക്കെ കറണ്ട് ഇല്ലാന്ന് തോന്നുന്നു. അന്ന് വാപ്പ എന്താ വെച്ചാൽ ചെയ്യുക, ഞങ്ങളെ മക്കളെല്ലാവരും വാപ്പ കുളിപ്പിച്ച് തരും. അതേമാതിരി ഞങ്ങളെല്ലാവരും കെടുത്തിട്ട് അന്ന് ഫാനൊന്നും ഇല്ല. അപ്പോൾ വാപ്പ എന്താ ചെയ്യുക, വീശി തരും. കൈ ഇങ്ങനെ വീശി ഞങ്ങൾ ഉറങ്ങണോരം വീശി തരും. അപ്പോൾ ഞാൻ ആലോചിക്കുക എന്താ വെച്ചാൽ അപ്പോൾ പറയാൻ കാരണം ഇപ്പോൾ കറണ്ട് പോയില്ലെങ്കിൽ എനിക്ക് 2 മക്കളാണ്. അപ്പോൾ ഞാനും എൻ്റെ പെണ്ണുങ്ങളും പരസ്പരം ഇങ്ങനെ വീശിയിട്ട് ഒരു ദിവസം ഞാൻ വീശിയിട്ട് എൻ്റെ കൈയൊക്കെ കടഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കുക എൻ്റെ വാപ്പ എത്ര ത്യാഗം ചെയ്തിട്ടുണ്ടാവുമെന്ന്. അന്ന് നമുക്കൊന്നും ഒരു വില ഉണ്ടായില്ല. നമുക്കിപ്പോൾ മക്കളെ എപ്പോഴാണ് അതിൻ്റെ വില അറിയുന്നത്. പിന്നെ അതേമാതിരി നമുക്ക് അന്ന് ഫാനില്ലാത്ത കാരണം ചൂടെടുക്കും. അപ്പോൾ എൻ്റെ വാപ്പ എന്താ വെച്ചാൽ ചെയ്യുക, ഈ പുതപ്പിലൊക്കെ നനച്ചിട്ട് അത് മേത്തിട്ട് തരും. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം കടന്നു പോയിക്കണമെന്ന് അറിയാം. അങ്ങനെ ഞാൻ 4ാം ക്ലാസ്സൊക്കെ പഠിക്കണ കാലം തോന്നുന്നു. 4 ആണോ 5 അറിയില്ല. പാപ്പ അവിടുന്ന് ഞങ്ങൾ തെക്കുമുറിന്ന് വീട് സ്ഥലമൊക്കെ വിറ്റ് ഞങ്ങൾ തവനൂർ തന്നെ പമ്പ് ഹൗസിൻ്റെ അവിടെ പോയി. അവിടെ ആയപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ ഈ ഓണം വിഷു പെരുന്നാൾ ഒക്കെ ആഘോഷിച്ചത്. കാരണം ഓണം അതിൻ്റെ നല്ല രസമാണ്. അവിടെ നല്ല നമ്മളെ സഹോദരന്മാരെല്ലാം വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകും, അവരിത് കൊണ്ടുവരും. അതേമാതിരി പെരുന്നാളായെങ്കിലും ഉമ്മ ഭക്ഷണം ഉണ്ടാക്കാം, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കും. അതേമാതിരി അവർ നല്ലൊരു എന്താ ഇപ്പോൾ പറഞ്ഞ എൻ്റെ ജീവിതം നല്ലൊരു സന്തോഷിച്ചത് ഞാൻ ആ ഭാഗത്തു നിന്നാണ്. കാരണം അപ്പോൾ ഒന്ന് മുതിർന്ന് ഞാൻ കുറച്ച് വലിപ്പം വയ്ക്കുകയും ചെയ്ത് അവിടെ നല്ല രസത്തിൽ നിൽക്കുമ്പോൾ 5 കൊല്ലം അവിടെ നിൽക്കുമ്പോഴത്തേന് പാപ്പ ആ സ്ഥലം അവിടുന്ന് വിറ്റിട്ട് ഞങ്ങൾ അവിടുന്ന് പോകുന്നു. ഇപ്പോഴും നിൽക്കുന്ന CD പാൻ്റെ അവിടെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ വരൂലാന്ന് കുറേ കരഞ്ഞ് ഞാൻ അവിടെ തന്നെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ വീട് പണി കഴിഞ്ഞ ശേഷം ഞാനിവിടെ വന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുമ്പോഴേക്കുമ്പോൾ എന്താ പറയുക, എന്തൊക്കെ പറയണമെന്നുണ്ട് പറയാൻ കിട്ടണില്ല. എനിക്ക് ഏറ്റവും ഖേദകരമായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വാപ്പ ചെറുപ്പത്തിൽ ഒരു വണ്ടി ഇടിച്ചിട്ട് തലക്ക് അപകടം പറ്റിയിട്ട് ഞങ്ങളൊക്കെ കുട്ടികളാണ്. വാപ്പാക്ക് എന്നും അന്നൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു ഗുളിക മേടിച്ച് കുടിക്കില്ല. അന്ന് ചികിത്സ ചെയ്യാൻ പാകമില്ലാതായി. വാപ്പാക്ക് പെട്ടെന്ന് വയ്യാതായി. അങ്ങനെ എൻ്റെ വാപ്പാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വാപ്പാൻ്റെ ഈ എന്താ അസുഖം എന്നറിയാൻ വേണ്ടിയിട്ട് സ്കാനിങ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. പക്ഷെ എൻ്റെ വാപ്പാക്ക് നടന്നില്ല. അന്ന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. വാപ്പാക്ക് നടന്നില്ല. പിന്നെ ശേഷമാണ് ഉമ്മ പറഞ്ഞത്, വാപ്പ എപ്പോഴും പറയുമെന്ന് തല ഒന്ന് എക്സ്റേ എടുത്ത് നോക്കണം, സ്കാനിങ് ചെയ്യണമെന്ന്. അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വാപ്പാക്ക് ഒരിക്കലും നടന്നിട്ടില്ല. അതൊക്കെ ഭയങ്കര വിഷമമാണ്. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ബലം കൽപ്പിക്കില്ല. മരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് വാപ്പാനെ എന്തൊക്കെ ചെയ്യണോ. അപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുമ്പോൾ വാപ്പ ഉണ്ടെങ്കിൽ ഉമ്മ ഉണ്ടെങ്കിൽ കുറച്ചോടെ ഞങ്ങൾ പൊന്നു പോലെ നോക്കാമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആരും ചെയ്യൂല. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര സങ്കടം. ഇനിയൊരു ജന്മം ഉണ്ടോയെന്ന് അറിയില്ല. എന്നാലും എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ അള്ളാനെ പറയില്ല, നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ആഗ്രഹം എൻ്റെ വാപ്പാനെ കാണാൻ എനിക്ക് ആഗ്രഹം. സാധിക്കില്ല എന്നറിയില്ല, എന്നാലും ഞാൻ വെറുതെ ആഗ്രഹിക്കുകയാണ്. അത്ര ത്യാഗം സഹിച്ചിട്ടുണ്ട് എൻ്റെ വാപ്പ. വേറെ വിഷമം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഞാൻ പറഞ്ഞതാണ്, ചെറിയ കുട്ടികളാകുമ്പോൾ ഇമ്മയും വാപ്പയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വാപ്പ ഉമ്മാനെ ചീത്താറുമ്പോൾ എന്തിനാണ് ഏതിനാന്ന് ചിന്തിക്കാതെ ഉമ്മാൻ്റെ ഭാഗം കൂടിയിട്ട് വാപ്പാനെ ചീത്താറ്. എനിക്ക് എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും സൗന്ദര്യപ്പണക്കില്ലാത്ത ഒരു മനുഷ്യന്മാരുണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മക്കൾ യാഥാർത്ഥികമായിട്ട് ഉമ്മാൻ്റെ ഭാഗം കൂടുകയുള്ളൂ.
അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ആ ഇന്ന കാര്യത്തിനാണ് എൻ്റെ വാപ്പ ഉമ്മാനായിട്ട് പ്രശ്നമുണ്ടായി എന്നുള്ളത്. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഉമ്മാനെ സ്നേഹിക്കണ മാതിരി തന്നെ വാപ്പാനെ സ്നേഹിക്കണം. പക്ഷെ നമ്മൾ ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉമ്മാനോടാണ് ഒരു സ്നേഹം കൂടുതൽ. പക്ഷെ ആ വ്യക്തി പിന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞ മാതിരി അവൻ കല്യാണം കഴിച്ച് അവനൊരു വാപ്പ ആയാലാണ് ആ വാപ്പ എത്ര ത്യാഗം സഹിച്ചിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വാപ്പാൻ്റെ എളാപ്പാരുണ്ട്, തെക്കുമുറിയാണ്. അപ്പോൾ അതിൽ കുറേ എളാപ്പ മരിച്ചിരിക്കണ്. പിന്നെ എൻ്റെ വാപ്പ മരിച്ചിട്ടാണ് ഒരു എളാപ്പ മരിച്ചത്. അപ്പോൾ ആ എളാപ്പ ചോദിക്കും, വാപ്പ എപ്പോഴും ചെല്ലണമല്ലേ, വാപ്പ എല്ലാ കുടുംബത്തിക്കും ചെല്ലും. വാപ്പ അതേമാതിരി വാപ്പാൻ്റെ ഉമ്മാൻ്റെ അഞ്ചെത്തിയാന്ന് തോന്നുന്നു. വാപ്പ മരിച്ചിട്ട് പറഞ്ഞ് ഇനി മൂച്ചിൻ്റെ അടുക്ക് വരണില്ല, മാങ്ങ കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല ഇല്ലല്ലോ പറഞ്ഞിട്ട് ഒരു പോയി. പിന്നെ ആരും കൂടി കടന്നിട്ടില്ല. വാപ്പ ഉണ്ടാകുമ്പോഴാണ് എല്ലാവരും വരുന്നത്. അതേമാതിരി ഞാൻ പറഞ്ഞു തരുന്നത് വാപ്പാൻ്റെ ഒരു എളാപ്പ ഉണ്ട് തെക്കുമുറി. വാപ്പ മരിച്ചതിന് ശേഷമാണ് എളാപ്പ മരിച്ചത്. പിന്നെ വാപ്പാനെ കാണാതാകുമ്പോൾ ആ എളാപ്പ ഇടയ്ക്കൊക്കെ ചോദിക്കും, എന്താ കുഞ്ഞൻ വരാത്തെന്ന്. വാപ്പാനെ കുഞ്ഞെന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം ആരോ പറഞ്ഞത്രേ, ആ എളാപ്പാണ്ട് പറഞ്ഞ് കുഞ്ഞൻ മരിച്ചു പോയിന്ന്. അന്ന് ആ എളാപ്പാണ്ട് പൊട്ടി കരഞ്ഞ് എൻ്റെ കുഞ്ഞൻ പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ വാപ്പാനോട് അത്രയും പെരുമാറ്റമാണ് അത്. അതായത് വാപ്പാനോടുള്ള സ്നേഹമാണത്. പിന്നെ വാപ്പ മരിച്ചിട്ട് വാപ്പാൻ്റെ എളാപ്പാൻ്റെ മോൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടത്തിയത്. അന്ന് എൻ്റെ ഏട്ടൻ ഗൾഫിൽ പോയിട്ട് മൂത്ത ഏട്ടൻ പോയിട്ട് പണിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാരണം അന്ന് ഞങ്ങൾക്ക് പാകമില്ലായിരുന്നു. പിന്നെ എൻ്റെ കാക്കാരൊന്നും അധികം ഇല്ല, വലുതായിട്ടില്ല. പിന്നെ മൂത്ത കാക്ക ഗൾഫിൽ പോയിട്ടാണെങ്കിൽ ഓനക്കൊരു പണി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ എൻ്റെ വാപ്പാനോട് അവർക്കൊക്കെ എത്ര സ്നേഹം എന്നുള്ളതൊക്കെ മനസ്സിലായി. ഇനിയും കുറേ കാര്യങ്ങൾ പറയാണ്ട് ഞാൻ താൽക്കാലികം നിർത്തുകയാണ്.